എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ആയിരക്കണക്കിന് വർഷം പിന്നോട്ട് നമ്മുടെ പൂർവികരുടെ ലോകത്തിലേക്കാണ്. അവർ ആകാശത്തേക്ക് നോക്കിയത് വെറുതെ ഒരു രസത്തിനല്ലായിരുന്നു, മറിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. പുരാതന ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചുള്ള ഈ കഥ നമ്മളിൽ പലരും വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ്. നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം, അല്ലേ? ഇന്ന് നമ്മുടെ കയ്യിൽ വാച്ചുണ്ട്, ഫോണിൽ കലണ്ടറുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലം ഒന്നോർത്തു നോക്കൂ. എപ്പോൾ വിത്ത് വിതയ്ക്കണം, എപ്പോൾ വിളവെടുക്കണം, അല്ലെങ്കിൽ ഒരു വലിയ പുഴ എപ്പോഴാണ് കരകവിയുക എന്നൊക്കെ അവരെങ്ങനെ അറിഞ്ഞു? കാരണം ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ജീവിതം തന്നെ അപകടത്തിലാകും. അതെ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവർക്ക് കിട്ടിയത് മുകളിലേക്ക് നോക്കിയപ്പോഴാണ്. ആകാശം അവർക്ക് വെറുമൊരു കാഴ്ചയായിരുന്നില്ല, അതൊരു വലിയ ഘടികാരമായിരുന്നു, ഒരു വഴികാട്ടിയായിരുന്നു, ഒരു കാലണ്ടറായിരുന്നു, എല്ലാം. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പുരാതന മനുഷ്യർ എങ്ങനെയാണ് കൃഷിക്കും അവരുടെ ജീവിതം ചിട്ടപ്പെടുത്താനും വേണ്ടി ആകാശത്തെ ഒരു സൂപ്പർ ക്ലോക്കായി ഉപയോഗിച്ചതെന്ന് നോക്കാം. നമുക്ക് പുരാതന ഈജിപ്തിലേക്ക് പോകാം. അവിടുത്തെ കർഷകരുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. എല്ലാ വർഷവും നൈൽ നദി കരകവിയും. അതെപ്പോഴാണെന്ന് കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ അവരുടെ കൃഷിയെല്ലാം വെള്ളത്തിനടിയിലാകും. ഒരു വർഷത്തെ അധ്വാനം മുഴുവൻ പോകും, അതായത് വിശപ്പും പട്ടിണിയും. ഇതൊരു ജീവൻ മരണ പ്രശ്നമായിരുന്നു. അങ്ങനെയിരിക്കുമ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. സീരിയസ് എന്ന ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ളൊരു നക്ഷത്രം സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടുമുൻപ് ആകാശത്ത് തെളിയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, വൈകാതെ നൈലിൽ വെള്ളപ്പൊക്കം വരും. അതോടെ കാര്യങ്ങൾ മാറി. ആകാശം അവർക്ക് കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകി. സീരിയസ് അവരുടെ നൈൽ നക്ഷത്രമായി മാറി. അവിശ്വസനീയമായ കാര്യമെന്താണെന്നാൽ ഈ നിരീക്ഷണങ്ങളൊക്കെ വെച്ച് അവർ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ടെന്ന് കൃത്യമായി കണക്കാക്കി. ഓർക്കണം, ഇത് ആയിരക്കണക്കിന് വർഷം മുൻപാണ്. ഇന്നത്തെ പോലത്തെ ടെലിസ്കോപ്പുകളോ കമ്പ്യൂട്ടറുകളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത്. അത്രയ്ക്ക് കൃത്യമായിരുന്നു അവരുടെ കണക്കുകൂട്ടലുകൾ. ഇനി കേൾക്കണേ, ഈജിപ്തിൽ ഇതൊക്കെ നടക്കുമ്പോൾ ലോകത്തിന്റെ അങ്ങേയറ്റത്ത് ചൈനയിലും ചിലർ ഇതേപോലെ ആകാശത്തേക്ക് നോക്കി ഉത്തരങ്ങൾ കണ്ടെത്തുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ യാതൊരു ആശയവിനിമയവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഒരേ ചോദ്യം, ഒരേ അന്വേഷണം. ഈ താരതമ്യം ശരിക്കും രസകരമാണ്. ഒരു വശത്ത് ഈജിപ്തുകാർ സിരിയസ് നക്ഷത്രത്തെയും നൈൽ നദിയെയും ബന്ധിപ്പിച്ചു. എന്നാൽ മറുവശത്ത് ചൈനക്കാർ സൂര്യനിലെ കറുത്ത പാടുകൾ, ഇടയ്ക്കിടെ വരുന്ന വാൽനക്ഷത്രങ്ങൾ, പിന്നെ അവർ അതിഥി നക്ഷത്രങ്ങൾ എന്ന് വിളിച്ചിരുന്ന ചില അത്ഭുത പ്രതിഭാസങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുകയായിരുന്നു. അപ്പോ എന്താണ് ഈ അതിഥി നക്ഷത്രങ്ങൾ? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പതിവായി കാണുന്ന ആകാശത്ത് അതുവരെ ഇല്ലാത്തൊരു നക്ഷത്രം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. ആഴ്ചകളോളം, ചിലപ്പോൾ മാസങ്ങളോളം അത് കത്തിജ്വലിച്ചു നിൽക്കുന്നു. എന്നിട്ട് വന്നതുപോലെ തന്നെ അപ്രത്യക്ഷമാകുന്നു. ഇതായിരുന്നു അവർ കണ്ടത്, വെറും കണ്ണുകൾ കൊണ്ട്. ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? അന്നവർ അതിഥി നക്ഷത്രങ്ങൾ എന്ന് രേഖപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ സൂപ്പർനോവ പോലുള്ള വലിയ നക്ഷത്ര സ്ഫോടനങ്ങളായിരുന്നു. ആ പഴയ രേഖകൾ ഇന്നും ആധുനിക ശാസ്ത്രജ്ഞർക്ക് നക്ഷത്രങ്ങൾ എങ്ങനെ ജനിക്കുന്നു, എങ്ങനെ മരിക്കുന്നു എന്നൊക്കെ പഠിക്കാൻ വലിയൊരു മുതൽക്കൂട്ടാണ്. ചുരുക്കിപ്പറഞ്ഞാൽ 2000 വർഷം മുൻപത്തെ ആ കാഴ്ചകൾ ഇന്ന് പ്രപഞ്ചരഹസ്യങ്ങൾ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോ സമയം കണക്കാക്കാൻ മാത്രമല്ല, വഴി കണ്ടെത്താനും ആകാശം ഒരു വഴികാട്ടിയായിരുന്നു. ദൂരെയുള്ള കപ്പൽയാത്രകൾക്ക് മാത്രമല്ല, ചിലർക്ക് ആത്മീയമായ യാത്രകൾക്കും ആകാശം ഒരു ഭൂപടമായി മാറി. മധ്യ അമേരിക്കയിലെ മായൻ സംസ്കാരത്തിന് ശുക്രൻ എന്ന ഗ്രഹം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ശുക്രന്റെ ചലനങ്ങൾ വെച്ചായിരുന്നു അവരുടെ പല തീരുമാനങ്ങളും. ഒരു യുദ്ധം തുടങ്ങണോ? ശുക്രനെ നോക്കണം. ഒരു പുതിയ രാജാവിന് വാഴിക്കണോ? അപ്പോഴും ശുക്രനെ നോക്കണം. അതായിരുന്നു അവരുടെ സ്വർഗീയ കലണ്ടർ. എന്നാൽ പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളിൽ ജീവിച്ചിരുന്ന പോളിനേഷ്യൻ നാവികർക്ക് നക്ഷത്രങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു. അവർക്കത് കടലിലെ വഴികാട്ടിയായിരുന്നു. കോമ്പസോ GPS ഒന്നുമില്ലാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിച്ച് പുതിയ ദ്വീപുകൾ കണ്ടെത്താൻ അവർ ഉപയോഗിച്ചത് ഈ നക്ഷത്രങ്ങളെ മാത്രമാണ്. അപ്പോൾ നോക്കൂ, ഒരേ ആകാശം, പക്ഷെ ഉപയോഗം രണ്ടാണ്. മായന്മാർ കരയിലെ വലിയ കെട്ടിടങ്ങളിലിരുന്ന് ആകാശത്തെ നോക്കി ആത്മീയമായ കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ പോളിനേഷ്യക്കാർ ചെറിയ വഞ്ചികളിലിരുന്ന് അതേ ആകാശത്തെ നോക്കി പുതിയ നാടുകൾ കണ്ടെത്തി. ഒരേ ആകാശം, രണ്ട് ലോകങ്ങൾ. ഇനി നമുക്ക് യൂറോപ്പിലേക്ക് പോകാം. അവിടെ എഴുത്തും വായനയും സാധാരണമാവുന്നതിനും എത്രയോ മുൻപ് അവർ തങ്ങളുടെ അറിവുകൾ രേഖപ്പെടുത്തിവെച്ചു. അക്ഷരങ്ങൾ കൊണ്ടല്ല, പകരം ഭീമാകാരമായ കല്ലുകൾ കൊണ്ട്. സ്റ്റോൺഹെഞ്ചിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? സംഭവം നടന്നത് ഏകദേശം 5000 വർഷം മുൻപാണ്. ഒന്നാലോചിച്ച് നോക്കൂ, എഴുതാനും വായിക്കാനും അറിയാത്തൊരു ജനത ഇത്രയും വലിയൊരു ആകാശ കലണ്ടർ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കുന്നു. അവിശ്വസനീയമല്ലേ?
ഇതാണ് യഥാർത്ഥ ചോദ്യം. പുസ്തകങ്ങളില്ല, എഴുതിവെക്കാൻ കടലാസില്ല. പിന്നെങ്ങനെയാണ് സൂര്യന്റെയും ചന്ദ്രന്റെയുമൊക്കെ ചലനങ്ങളെക്കുറിച്ചുള്ള ഇത്രയും സങ്കീർണമായ വിവരങ്ങൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറിയത്? ആ അറിവ് അവരോടൊപ്പം നശിച്ചു പോകാതിരുന്നതെങ്ങനെ? ഉത്തരം സ്റ്റോൺഹെഞ്ച് തന്നെയാണ്. അതൊരു വെറും സ്മാരകമായിരുന്നില്ല, അതൊരു ഉപകരണം, ഒരു മെഷീനായിരുന്നു. ഓരോ കല്ലുകളും സൂര്യനും ചന്ദ്രനും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന പ്രത്യേക സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലുള്ള ദിവസം, ഏറ്റവും ചെറിയ പകലുള്ള ദിവസം, ഇതൊക്കെ അവർക്ക് കൃത്യമായി അറിയാൻ കഴിഞ്ഞു. അതായത് സ്റ്റോൺഹെഞ്ച് എന്നത് കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പുസ്തകമായിരുന്നു. അപ്പോൾ നോക്കൂ, നമ്മൾ ഈജിപ്തിൽ തുടങ്ങി ചൈന, അമേരിക്ക, യൂറോപ്പ് എല്ലായിടത്തും പോയി. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. ജ്യോതിശാസ്ത്രം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ സംസ്കാരത്തിന്റെയോ മാത്രം കണ്ടുപിടുത്തമല്ല. ഇത് മനുഷ്യന്റെ പൊതുവായ ഒരു പൈതൃകമാണ്, അതിജീവനത്തിനായുള്ള ഒരു ആഗോള ശ്രമമായിരുന്നു. അപ്പോ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1. ഇത് വെറും കൗതുകമായിരുന്നില്ല, അതിജീവനമായിരുന്നു. 2. ഈ അറിവ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരേ സമയം ആരുമാരെയും കോപ്പിയടിക്കാതെ വളർന്നുവന്നു. 3. ഇതൊരുപക്ഷേ ലോകത്തിലെ തന്നെ ആദ്യത്തെ ശാസ്ത്രമാണ്. ഗ്രീക്കുകാർക്കും റോമാക്കാർക്കുമൊക്കെ എത്രയോ മുൻപ് ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ജ്യോതിശാസ്ത്രം കെട്ടിപ്പൊക്കിയത് ഈ അടിത്തറയിലാണ്. നമ്മുടെ മുൻതലമുറക്കാർക്ക് ആകാശം ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു, അല്ലേ? എന്നാൽ ഇന്ന് നഗരങ്ങളിലെ വെളിച്ചത്തിനിടയിൽ നമുക്ക് ആ പുസ്തകത്തിലെ അക്ഷരങ്ങൾ പോലും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ വെറുതെ നക്ഷത്രങ്ങളെ മാത്രം കാണരുത്. നമ്മുടെ പൂർവികർ വായിച്ച ആ വലിയ കഥയെക്കുറിച്ച് ഓർക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കും ആ പഴയ കഥകൾ കേൾക്കാൻ കഴിഞ്ഞാലോ?